പേജ് 24 പുതിയ ഹെഡിങ്ങുമായി ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ല നാം ഇതുവരെ വിവരിച്ച വിഷയം ഒന്നുകൂടി വിവരിക്കുകയാണ്. അഥവാ ബിംബാരാധന എന്ന കുഫറിലേക്ക് ജനങ്ങളെ നയിക്കാൻ പ്രാരംഭമായി തുടങ്ങിയത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കാത്ത വസ്തുക്കളിൽ നിന്ന് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് അവയുമായി ഇടപഴകുന്നതും ബന്ധപ്പെടുന്നതും അതിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുന്നതും അവിടെ നേർച്ചയാക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് വിവരിച്ചതിന് ശേഷം പുതിയ സൈഡ് ഹെഡിങ്ങുമായി ബഹുമാനപ്പെട്ടവർ തുടരുന്നു. ഉജൂബു ഖത്ഇ ശജറത്തില്ലത്തി യഅതഖിദു ഫീഹൽ അവാമു. സാധാരണക്കാരായ ആളുകൾ പുണ്യം വിശ്വസിക്കുന്ന മരത്തെ മുറിച്ച് കളയൽ നിർബന്ധമാണ്. നാം ഈ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ പരാമർശിച്ച ഗ്രന്ഥത്തിൽ അബൂബക്കർ തുർത്തൂശി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഓ സഹോദരന്മാരെ, നിങ്ങളൊക്കെ നോക്കണം, ജനങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്ന ഏതെങ്കിലും ഒരു മരത്തെ പ്രത്യേകിച്ച് ആദരിക്കുന്നതായി കണ്ടാൽ യർജൂനൽ ബുർഅവ ശിഫാഅ മിൻ ഖിബലിഹ, ആ വൃക്ഷത്തിൽ നിന്ന് രോഗശമനത്തെയും മറ്റും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ നിലക്ക് കുറേ ആണികൾ അതുപോലെ കുറേ തുണിക്കഷ്ണങ്ങൾ ആ വൃക്ഷത്തിൽ അവർ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള വല്ല വൃക്ഷത്തെയും കണ്ടാൽ ഫഖ്തഊഹ, നിങ്ങൾ ആ വൃക്ഷത്തെ മുറിച്ചു കളയണം. ഫഹിയ ദാത്തു അൻവാത്തിൻ, അത്തരം വൃക്ഷങ്ങളൊക്കെ ദാത്തു അൻവാത്താകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് പുണ്യം ലഭിക്കുമെന്ന് കരുതി ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും പോകുന്നതായി മുഅ്മിനീങ്ങളായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വൃക്ഷം മുറിച്ചു കളയണമെന്ന് അബൂബക്കർ തർത്തൂശി റഹിമഹുല്ല വിവരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ആ വൃക്ഷം ഇലാഹാണ്, സ്വയം സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ മഖ്ലൂക്ക് അല്ലാത്ത സ്വന്തമായ കഴിവുള്ള സമതീയത്ത് ഉള്ള ഒരു വൃക്ഷമാണ് ആ വൃക്ഷം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് മുറിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോഴും അതൊക്കെ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, സ്വന്തം കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പിഴച്ച മാർഗങ്ങളിലേക്ക് തന്നെ ജനങ്ങളെ തള്ളിയിടുന്ന ചില ആളുകളെ നാം പലപ്പോഴും കാണാറുണ്ട്. ഈ വൃക്ഷത്തിന് സ്വന്തമായി കഴിവുണ്ടെന്നോ അതല്ലെങ്കിൽ ആ വൃക്ഷം ഇലാഹാണെന്നോ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല ഖാലിഖാണ് എന്നോ ലോകത്ത് ഏതെങ്കിലും ഒരു അല്പബുദ്ധിയുള്ള മനുഷ്യൻ വിശ്വസിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്പം ബുദ്ധിയുള്ള അന്നം തിന്നുന്ന ആളുകൾക്കൊന്നും അങ്ങനെ തോന്നാനിടയില്ല. എന്നാലും അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ അല്ലാതെ ഒരു പുണ്യം നേടുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നമ്മെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ടവർ ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി വിവരിച്ച് തരുന്നത്. കുൽത്തു, ഞാൻ പറയുന്നു, വഖദ് അഅജബനി മാ സനഉ ഷേഖ് അബൂ ഇസ്ഹാഖ് ചെയ്ത ഒരു പ്രവൃത്തി എനിക്ക് വലിയ അത്ഭുതം തോന്നി. അതു സ്വാലിഹീന ബി ബിലാദി ആഫ്രിക്കയിലുള്ള സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായ ഫിൽ മിഅത്തിർ റാബിയ, ഹിജ്റ 400. അപ്പോൾ ഇവിടെ ഹിജ്റ 400 തന്നെ കുറെ അരുതായ്മകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നടമാടിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിച്ചു തരുന്നു. നേരത്തെ നാം നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ നാം വായിച്ച ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ പരലോകത്തെ പേടിക്കുന്ന പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ല വിവരിച്ചതായി നമുക്ക് കാണാം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഹിജ്റ 500 ജീവിച്ച മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മതവിശ്വാസങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കൊക്കെ ദൗർബല്യം വന്നുപോയി ഫി ഖുറൂനി സാലിഫ, കഴിഞ്ഞുപോയ കാലത്ത്. അതുകൊണ്ട് സഹാബത്തുൽ കിറാമിൻ്റെ ശേഷം തുടങ്ങിയ എന്തൊക്കെ പരിപാടികളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവരായിരിക്കും ഉഖ്റവിയായ പണ്ഡിതൻ എന്ന് നാം നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ആ വിവരണത്തിന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ലാഹുവിൻ്റെ ഈ ഉദ്ധരണി. അഥവാ ഹിജ്റ 400 തന്നെ ചില വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, അതിന് കാരണം നാം ഇന്ന് മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ച 3 ഉത്തമ നൂറ്റാണ്ടിന് ശേഷം ധാരാളം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വരുമെന്നും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെന്നും
ആ സമയത്ത് എൻ്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യ പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയും അബ്ബാസി ഭരണകൂടത്തിൻ്റെ ശക്തി ക്ഷയിച്ചപ്പോൾ ബനു ബുവൈഹി എന്ന ഷിയാ വിഭാഗത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ മുസ്ലിം ഭരണം ഒതുങ്ങിക്കൂടുകയും ആ സമയത്ത് ഷിയാക്കൾ അവരുടെ വിശ്വാസാനുഷ്ഠാന ആചാര പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതായും നാം ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ വിവരിച്ചിരുന്നു. അതേപ്രകാരം ഹിജ്റ 400 നടമാടിയ ഒരു അനാചാരം, അനാവശ്യമായ ഒരു പ്രവർത്തനത്തെ ആഫ്രിക്കയിലെ പണ്ഡിതനായ ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് എന്ന മഹാൻ ചെയ്ത ഒരു പ്രവൃത്തി ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നു. സാലിഹ് എന്ന ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹുവിൻ്റെ സുഹൃത്ത്, കൂട്ടാളി അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുന്നു, അവരുടെ സമീപത്ത് ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. തുസമ്മ ഐനുൽ ആഫിയ. ആ വെള്ളക്കെട്ടിന് ആഫിയത്തിന്റെ തടാകം എന്നാണ് പേരുണ്ടായിരുന്നത്. കാനത്തിൽ ആമത്തു, സാധാരണക്കാരായ ആളുകൾ ആയിരുന്നു കതുസ്തുതിനൂബിഹ. ആ തടാകം കൊണ്ട് ജനങ്ങൾ ഫിത്നയിലായിപ്പോയി. എങ്ങനെയാണ് ഫിത്നയായത്? ആ തടാകമാണ് ലോകം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ആ തടാകത്തിന് സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ആ തടാകമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, ആ തടാകമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് യഅ്തൂനഹാ മിനൽ ആഫാഖ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ തടാകത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നു. മൻ തഅസറ അലൈഹ നിക്കാഹുൻ ഔ വലദുൻ, കല്യാണം ശരിയാവാത്ത സ്ത്രീകളും കുട്ടികളില്ലാത്ത സ്ത്രീകളൊക്കെ പറയും, ഉംബൂബി ഇലൽ ആഫിയ, എന്നെ ആ ആഫിയ തടാകത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവീൻ. അങ്ങനെ അവിടെയൊക്കെ ആളുകൾക്കിടയിൽ ആ ഫിത്ന പ്രശസ്തമായി. കാല അബു അബ്ദുള്ള റഹിമഹുല്ല പറയുകയാണ്, ഒരു രാത്രിയിൽ പാതിരാ സമയത്ത് ആ തടാകം കൊള്ളെ അബൂ ഇസ്ഹാഖ് വിളിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ രാത്രിയിൽ പാതിരാ സമയത്ത് പുറപ്പെട്ടു. അബൂ ഇസ്ഹാഖ് റഹിമഹുല്ല ആ തടാകത്തെ പൊളിച്ചു കളഞ്ഞു, ആ വെള്ളക്കെട്ട് ഇല്ലാതാക്കി. അത് പൊളിക്കലോടുകൂടെ പ്രഭാതം വിടരുകയും ചെയ്തു. രാത്രിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് സുബ്ഹി ആകുമ്പോഴേക്ക് ആ തടാകത്തെ വെള്ളക്കെട്ടിനെ പൊളിച്ചു കളഞ്ഞു. സുമ്മക്കാല, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഹദംതു ഹലക്, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഈ വെള്ളക്കെട്ടിനെ പൊളിച്ചു കളഞ്ഞു. ഫലാ തർഫഅ ലഹാ റഅസൻ, ഇനി ഒരിക്കലും അതിൻ്റെ തല നീ ഉയർത്തരുതേ അല്ലാഹ് എന്നേ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു. ഖാല ഫമാ റുഫിയ ലഹാ റഅസുൻ ഇലൽ ആൻ, ഇന്നത്തെ കാലം വരെ, ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ലാഹുവിൻ്റെ കാലം വരെ ആ വെള്ളക്കെട്ട് പിന്നീട് ഉയർന്നു വന്നിട്ടില്ല. അഥവാ പിന്നീട് അവിടെ ആളുകൾ പോയി ഫിത്നയാകുന്ന ബറക്കത്ത് അല്ലെങ്കിൽ പുണ്യം എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൻ്റെ അടുക്കൽ പോയി രോഗശമനവും മക്കളില്ലാത്ത പ്രശ്നങ്ങളും കല്യാണം നടക്കാത്ത പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പോകുന്ന ആ ഏർപ്പാട് പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിച്ചു തരികയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇത്തരം മോശമായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ കേവലം പുസ്തകങ്ങൾ എഴുതലും അതുപോലെ പ്രസംഗിക്കലും മാത്രം അല്ല, കർമ്മപരമായി തന്നെ നമുക്ക് നാട്ടിൽ കുഴപ്പങ്ങളില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്നാണ് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് വിവരിച്ചു തരുന്നത്. ചെയ്യുന്നവർ അങ്ങ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് അള്ളാഹു കൊടുത്ത ബറക്കത്ത് കൊണ്ട്, അള്ളാഹു നൽകിയ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഏതോ മഹാൻ ഒളു ചെയ്തതിൻ്റെ ബാക്കിയുള്ള വെള്ളമായതുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് രോഗം സുഖപ്പെടുന്നത്, ഏതെങ്കിലും മഹാൻ അവിടെ നിന്ന് എന്തെങ്കിലും ബറക്കത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ വഴിപിയച്ച മാർഗങ്ങളിലേക്ക് തള്ളിയിടാനല്ല ബഹുമാനപ്പെട്ട മഹാന്മാരായ പൂർവകാല പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സത്യം മനസ്സിലാക്കി ഹിദായത്തിലേക്ക് മടങ്ങാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.